ഭയമല്ല, മാറ്റമാണ് വേണ്ടത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാക്കാണ് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. പലരും ഒരുതരം പേടിയോടെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. AI വന്നാൽ ലോകം മാറും, നമ്മുടെ ജോലികൾ ഇല്ലാതാകും, മനുഷ്യൻ അപ്രസക്തനാകും എന്നൊക്കെയുള്ള ഭയമാണ് ഇന്ന് പലർക്കുമുള്ളത്. എന്നാൽ ചരിത്രത്തിന്റെ താളുകൾ ഒന്ന് മറിച്ചു നോക്കിയാൽ ഒരു സത്യം നമുക്ക് മനസ്സിലാകും. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ ഒരിക്കലും മാറുന്നില്ല. അവൻ നിറവേറ്റുന്ന രീതികൾ മാത്രമേ മാറുന്നുള്ളൂ. മനുഷ്യൻ സഞ്ചരിക്കാറുണ്ട്, ഇനിയും അവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. മനുഷ്യൻ ഭക്ഷിക്കാറുണ്ട്, ഇനിയും അവൻ ഭക്ഷിച്ചുകൊണ്ടിരിക്കും. മനുഷ്യൻ പാർപ്പിടങ്ങളിൽ താമസിക്കാറുണ്ട്, ഇനിയും അവൻ താമസിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് മനുഷ്യന്റെ ആവശ്യങ്ങൾ ഒരിക്കലും മാറുന്നില്ല. ആവശ്യങ്ങൾ നിറവേറ്റുന്ന വഴികൾ മാറിയെന്നു മാത്രം. നമുക്ക് ചുറ്റുമുള്ള ചില ഉദാഹരണങ്ങൾ നോക്കാം. വിദ്യാഭ്യാസം. പണ്ട് ഗുരുകുലങ്ങളിൽ നേരിട്ട് പറഞ്ഞുകൊടുത്തായിരുന്നു വിദ്യ പകർന്നിരുന്നത്. പിന്നീട് പുസ്തകങ്ങളും ക്ലാസ് മുറികളും വന്നു. അതുമാറി ഇന്ന് ഓൺലൈൻ ക്ലാസുകൾ വന്നു. നാളെ AI ടൂളുകളും വരും, AI ടീച്ചർമാരും വരും. പക്ഷേ ഒരിക്കലും വിദ്യാഭ്യാസം എന്ന് പറയുന്ന ആവശ്യം മാറുന്നില്ല. എപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കും. പഠിപ്പിക്കുന്നവരും പഠിക്കുന്നവരും എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പഠിപ്പിക്കുക എന്ന അവസരം എപ്പോഴും നിലനിൽക്കും. പക്ഷേ ചില രീതികൾ മാറുമെന്നു മാത്രം. ഇനി സുരക്ഷയുടെ കാര്യമെടുക്കാം. പണ്ട് മരപ്പൂട്ടുകൾ കൊണ്ടായിരുന്നു പൂട്ടിയിരുന്നത്. പിന്നീട് അത് ഇരുമ്പ് താക്കോലുകളും പൂട്ടുകളുമായി മാറി. എന്നാൽ അതിന്റെ ഏറ്റവും വലിയ വളർച്ച ഇന്ന് ഫിംഗർ പ്രിന്റിലേക്ക് കാര്യങ്ങളെത്തി, ഫേസ് ലോക്കിലേക്ക് കാര്യങ്ങളെത്തി, AI ലോക്കുകളിലേക്കും കാര്യങ്ങളിലെത്തി. എന്നാൽ വീടിനും നമ്മുടെ സമ്പത്തിനും സുരക്ഷിതമായി പൂട്ട് വേണം, അത് സുരക്ഷയോടെ സൂക്ഷിക്കണം എന്നുള്ള നമ്മുടെ ആവശ്യം ഒരിക്കലും ഇല്ലാതെയാവുന്നില്ല. പക്ഷേ സുരക്ഷിതമായി സൂക്ഷിക്കുന്ന രീതികളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നു എന്ന് മാത്രം. AI കാലത്ത് പുതിയ രീതികൾ നാം ആവാഹിച്ച് അതിൽ നിന്ന് എങ്ങനെ സമ്പത്തുണ്ടാക്കാമെന്നും അതിനെ എങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗപ്പെടുത്താമെന്നുമാണ് നാം ആലോചിക്കേണ്ടത്. യാത്രയും താമസവും. നടത്തത്തിൽ നിന്ന് കാളവണ്ടിയിലേക്കും അവിടെ നിന്ന് വിമാനങ്ങളിലേക്കും നാം വളർന്നു. പുല്ലുമേഞ്ഞ വീടുകളിൽ നിന്ന് സ്മാർട്ട് ഹോമുകളിലേക്ക് നാം എത്തി. യാത്ര ചെയ്യാനും താമസിക്കാനുമുള്ള മനുഷ്യന്റെ ആഗ്രഹം എന്നും നിലനിൽക്കുന്നു. അതിന്റെ വേഗവും സൗകര്യവും വർദ്ധിച്ചു എന്ന് മാത്രം. ഭക്ഷണം, കൃഷിയും പാചകവും ഇന്നും നടക്കുന്നുണ്ട്. പക്ഷേ ഇത് ഫുഡ് ടെക്നോളജിയും മെഷീൻ കൃഷിയും ഒക്കെ വന്നതോടെ രീതികൾ മാറി. മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നത് നിർത്താത്ത കാലത്തോളം ഈ മേഖലയും നിലനിൽക്കും. അപ്പോൾ നാം എന്തിനാണ് AI പേടിക്കുന്നത്? AI എന്നത് മനുഷ്യനെ മാറ്റി സ്ഥാപിക്കാൻ വന്ന ഒരു വില്ലനല്ല, പകരം നമ്മെ സഹായിക്കാൻ വന്ന ഒരു അത്യാധുനിക ഉപകരണമാണ്. ഒരു കത്തി പോലെയാണത്. അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യം. സത്യം പറഞ്ഞാൽ AI നിങ്ങളുടെ ജോലി ഇല്ലാതാക്കില്ല. പകരം AI ഉപയോഗിക്കാൻ അറിയുന്ന ഒരാൾ AI ഉപയോഗിക്കാൻ അറിയാത്ത ഒരാളുടെ ജോലി എടുത്തേക്കാം. സാങ്കേതിക വിദ്യയോടൊപ്പം മാറാൻ തയ്യാറാകാത്തവർക്ക് മാത്രമേ ഭയപ്പെടേണ്ടി വരികയുള്ളൂ. നാം ഇനി ചെയ്യേണ്ടത് ലളിതമായ കാര്യങ്ങളാണ്. AIയെ കുറ്റം പറയാതെ അതിനെക്കുറിച്ച് പഠിക്കുക. പഠിപ്പിക്കാനും നിർമ്മാണത്തിനും സേവനങ്ങൾക്കും AI ടൂളുകൾ പ്രയോജനപ്പെടുത്തുക. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ AI ഉപയോഗിക്കുക.
ഭാവിയിലെ വിജയമെന്ന് പറയുന്നത് AI പേടിച്ച് മാറി നിൽക്കുന്നവർക്കുള്ളതല്ല, മറിച്ച് AI ഒരു കരുത്താക്കി മാറ്റി, AI ചങ്ങാത്തം സ്ഥാപിച്ച് AI പുതിയ കൂട്ടുകാരനാക്കി മാറ്റി പുതിയ കാര്യങ്ങൾ നിർമ്മിക്കുന്നവർക്കുള്ളതാണ്. അതുകൊണ്ട് ഇനിയുള്ള ചോദ്യം AI എന്റെ ജോലി കൊണ്ടുപോകുമോ എന്നാകരുത്, മറിച്ച് AI ഉപയോഗിച്ച് എനിക്ക് ലോകത്തിന് എന്ത് പുതിയ മാറ്റം കൊണ്ടുവരാൻ കഴിയും, എന്ത് സംഭാവന നൽകാൻ കഴിയും എന്നാണ് നാം ആലോചിക്കേണ്ടത് എന്നതാവണം നമ്മുടെ മുദ്രാവാക്യം.